ആലുവ നഗരസഭയിൽ ദമ്പതിമാരായ 6 പേരാണ് ഇത്തവണ NDA മുന്നണിയുടെ ഭാഗമായി മത്സരരംഗത്തുള്ളത്. ഇതിൽ 5 പേർ BJPയുടെയും ഒരാൾ BDJSന്റെയും സ്ഥാനാർത്ഥിയാണ്. ചരിത്രത്തിലാദ്യമായി നഗരസഭയിലെ 26 സീറ്റുകളിലും NDA മത്സരിക്കുന്നുണ്ട്. 3 ദമ്പതിമാരാണ് NDA സ്ഥാനാർത്ഥികളായി ആലുവയിലെ 6 വാർഡുകളിൽ മത്സരിക്കുന്നത്. ഇവരിൽ ഒരാൾ നിലവിലെ കൗൺസിലറാണ്. ദമ്പതിമാരായ അനിത ഷൈൻ 2ാം വാർഡ് ഗുരുമന്ദിരത്തിലും ഭർത്താവ് AR ഷൈൻ 3ാം വാർഡ് ദേശംകടവിലുമാണ് മത്സരിക്കുന്നത്. റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ ഷൈൻ BDJS സ്ഥാനാർത്ഥിയാണ്. അനിത റിട്ടയർഡ് സംസ്കൃത അധ്യാപികയാണ്. 2015 ഇതേ വാർഡിൽ അനിത BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ദ്രൗപദി മുർമു ശബരിമലയ്ക്ക് പോണ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ. അത് 2-3 പ്രാവശ്യം ഞാൻ കണ്ടു. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നത്, എന്താ നമ്മൾക്കും വയസ്സായി സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നാൽ പോരാ, കുറച്ച് പുറത്തിറങ്ങണം എന്നുള്ളൊരു തോന്നൽ വന്നതൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ്. BDJSൻ്റെ ഒരു ചുമതല കൂടി എനിക്കുണ്ട്. ഞാൻ BDJSൻ്റെ ആലുവ നിയോജകമണ്ഡലത്തിൻ്റെ ട്രഷററാണ്. അപ്പോൾ ആലുവ നിയോജകമണ്ഡലത്തിൽ ആകെ മത്സരിക്കുന്ന ഒരു BDJS സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ഉള്ളൂ. 4ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയാണ് MR രജനി. ഭർത്താവ് N ശ്രീകാന്ത് 5ാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. നിലവിൽ 4ാം വാർഡിലെ കൗൺസിലറും BJP മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ് ശ്രീകാന്ത്. ബിസിനസ്സാണ് തൊഴിൽ. രജനി ജയഭാരത് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഈ പ്രാവശ്യം എല്ലാ വാർഡിലേക്കും സ്ഥാനാർത്ഥികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഔദ്യോഗിക പ്രതിപക്ഷമായിരുന്നില്ലെങ്കിൽ പോലും ആലുവയിൽ പ്രതിപക്ഷം എന്നുള്ളത് BJPയും NDA ആയിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ആലുവയിൽ മത്സരം കാഴ്ചവെച്ച് ഭരണത്തിലേക്ക് എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. 13ാം വാർഡിൽ നിന്നാണ് സജിത മത്സരിക്കുന്നത്. ഭർത്താവ് MK സതീഷ് 23ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ബിസിനസ്സുകാരനായ സതീഷ് 2020 13ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു. സജീവ SNDP പ്രവർത്തകയാണ് സജിത. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതും പൊതുജീവിതം എന്ന് പറയുന്നതും കുടുംബകാര്യമാണ്. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.